Dear students, today we are going to study the topics different forms of clouds and rainfall. How clouds are formed? Clouds are formed by the condensation of water vapor around the fine dust particles in the atmosphere. അന്തരീക്ഷത്തിലെ ഡസ്റ്റ് പാർട്ടിക്കിൾസിനെ കേന്ദ്രീകരിച്ച് നീരാവി ഘനീഭവിച്ചാണ് ക്ലൗഡ്സ് രൂപം കൊള്ളുന്നത്. The water droplets formed are less than 0.001 cm in dimension. ഇത്തരത്തിൽ രൂപം കൊള്ളുന്ന ജലകണികകളുടെ വലിപ്പം ഏകദേശം 0.001 സെൻറ്റിമീറ്ററിൽ താഴെയാണ്. സോ ദേ റിമെയിൻ സസ്പെൻഡഡ് ഇൻ ദ അറ്റ്മോസ്ഫിയർ. അതുകൊണ്ടാണ് അവ താഴേക്ക് പതിക്കാതെ അന്തരീക്ഷത്തിൽ തങ്ങി നിൽക്കുന്നത്. ഡിഫറെൻറ്റ് ഫോംസ് ഓഫ് ക്ലൗഡ്സ്. Clouds can be classified according to the form and height. ആകൃതിയുടെയും ഉയരത്തിൻ്റെയും അടിസ്ഥാനത്തിൽ ക്ലൗഡ്സിനെ തരംതിരിക്കാം. Which are the different types of clouds based on form? Cirrus clouds. These are feather-like clouds in the upper atmosphere in clear weather conditions. തെളിഞ്ഞ അന്തരീക്ഷത്തിൽ വളരെ ഉയരത്തിൽ തൂവൽ കെട്ടുകൾ പോലെ കാണപ്പെടുന്നു. Stratus clouds. These appear in the thick layers in lower part of the atmosphere. ഏറ്റവും താഴെ ഭാഗത്ത് കനത്ത പാളികളായി കാണപ്പെടുന്നു. Cumulus clouds. These clouds resemble huge cotton bundles and are formed due to strong convection currents. They have large vertical extent. ഉയർന്ന കൺവെക്ഷൻ്റെ ഫലമായി രൂപം കൊള്ളുന്ന തൂവൽ കെട്ടുപോലെ കാണപ്പെടുന്ന ക്യുമുലസ് ക്ലൗഡ്സ് വേർട്ടിക്കലായാണ് കാണപ്പെടുന്നത്. നിംബസ് ക്ലൗഡ്സ്. ദീസ് ആർ ഡാർക്ക് റെയിൻ ക്ലൗഡ്സ് ഇൻ ദ ലോവർ അറ്റ്മോസ്ഫിയർ. അന്തരീക്ഷത്തിൻ്റെ താഴ്ന്ന വിതാനങ്ങളിൽ ഇരുണ്ട മഴമേഘങ്ങളായി കാണപ്പെടുന്നു. ദീസ് ക്ലൗഡ്സ് അപ്പിയർ ഡാർക്ക് ആസ് ഡസ് നോട്ട് അലൗ സൺലൈറ്റ് ടു പാസ് ത്രൂ ഡ്യൂ ടു ദി കോൺസെൻട്രേഷൻ ഓഫ് വാട്ടർ ഡ്രോപ്ലെറ്റ്സ്. ജലകണികകൾ കൂടുതൽ ഉൾക്കൊള്ളുന്നതിനാൽ ഇത് സൂര്യപ്രകാശത്തെ കടത്തിവിടാതെ ഇരുണ്ട നിറത്തിൽ കാണപ്പെടുന്നു. These are different types of clouds do not generally occur independently. They are usually seen in combination. ഇത്തരം ക്ലൗഡ്സ് സ്വതന്ത്രമായിട്ടല്ല കാണപ്പെടുന്നത്. വിവിധതരം ക്ലൗഡ്സ് കൂടിച്ചേർന്നാണ് കാണപ്പെടുന്നത്. എക്സാമ്പിൾ, the combination of cumulus and nimbus clouds is termed as cumulonimbus. ക്യുമുലോനിംബസ് ക്ലൗഡ്സ് കൂടി കലർന്ന് കാണുമ്പോൾ ക്യുമുലോനിംബസ് രൂപം കൊള്ളുന്നു. ലെറ്റ് us study 4 types of clouds based on altitude. ഹൈ ക്ലൗഡ്സ്, വളരെ ഉയരത്തിൽ കാണുന്ന മേഘങ്ങൾ. ഇറ്റ്സ് ഹൈറ്റ് ഈസ് ഫ്രം 20,000 to 40,000 feet. മീഡിയം ക്ലൗഡ്സ്, മധ്യമേഘങ്ങൾ. ഇറ്റ്സ് ഹൈറ്റ് ഈസ് ഫ്രം 7,000 to 20,000 feet. ലോ ക്ലൗഡ്സ്, താഴ്ന്ന മേഘങ്ങൾ. ഇറ്റ്സ് ഹൈറ്റ് ഈസ് ബിലോ 7,000 feet. ക്ലൗഡ്സ് വിത്ത് ഗ്രേറ്റ് വെർട്ടിക്കൽ എക്സ്റ്റെൻറ്റ്, കൂടുതൽ ഉയരങ്ങളിലേക്ക് വ്യാപിച്ചിട്ടുള്ള മേഘങ്ങൾ. ഇറ്റ്സ് ഹൈറ്റ് ഈസ് ഫ്രം 2,000 to 30,000 feet. We know that clouds are formed by the condensation of water vapor. നീരാവി ഘനീഭവിച്ചാണ് മേഘങ്ങൾ രൂപം കൊള്ളുന്നത്. Let us see what happens to these water droplets thereafter. Precipitation. Continuous condensation causes the droplets in the clouds to grow in size. തുടർച്ചയായി നടക്കുന്ന കണ്ടൻസേഷൻ മേഘങ്ങളിലെ ജലകണികളുടെ വലിപ്പം കൂട്ടുന്നു. Being unable to resist the gravitational force of the earth, the water droplets get released from the clouds and fall on the earth in different forms. This process is called precipitation. ഭൂമിയുടെ ഗുരുത്വാകർഷണ ബലത്തെ പ്രതിരോധിക്കാനാവാതെ വരുമ്പോൾ മേഘങ്ങളിൽ നിന്ന് ജലത്തുള്ളികൾ മോചിക്കപ്പെടുകയും അത് വിവിധ രൂപങ്ങളിൽ ഭൂമിയിലേക്ക് പതിക്കുകയും ചെയ്യുന്നതാണ് precipitation. Different forms of precipitation. Look at the picture.
Rainfall, snowfall, and hailstones are the different forms of precipitation. Rainfall. The common manifestation of precipitation is in the form of water drops. This is the rainfall. സാധാരണയായി precipitation സംഭവിക്കുന്നത് ജലത്തുള്ളികളുടെ രൂപത്തിലാണ്. ഇതാണ് മഴ. Snowfall. When the temperature falls below 0 degrees Celsius, precipitation reaches the earth in the form of tiny crystals of ice. This is snowfall. അന്തരീക്ഷത്തിലെ താപനില 0 ഡിഗ്രി സെൽഷ്യസിലും താഴെയായിരിക്കുമ്പോൾ പ്രസിപ്പിറ്റേഷൻ നേർത്ത മഞ്ഞു കണങ്ങളായാണ് ഭൂമിയിലെത്തുന്നത്. ഇതാണ് സ്നോഫോൾ. ഹെയിൽസ്റ്റോൺസ്. ഇഫ് ദ വാട്ടർ ഡ്രോപ്ലെറ്റ്സ് റിലീസ്ഡ് ഫ്രം ദ ക്ലൗഡ്സ് happens to pass through colder layers of the atmosphere, they may reach the earth in the forms of ice pellets. This form of precipitation is called hailstones. മേഘങ്ങളിൽ ജലത്തുള്ളികൾ അന്തരീക്ഷത്തിൻ്റെ തണുത്ത പാളികളിലൂടെ കടന്നു പോകാനിടയായാൽ അവ തണുത്തുറഞ്ഞ് മഞ്ഞുകട്ടകളായി ഭൂമിയിൽ പതിക്കുന്നു. Let us study different forms of rainfall. Look at the diagram. Orographic rainfall. The moisture-laden wind from the sea enters the land and moves upwards along the mountain slopes. When it gets cooled and condensed to form clouds. കടലിൽ നിന്നും നീരാവി നിറഞ്ഞ കാറ്റ് കരയിലേക്ക് നീങ്ങുകയും പർവ്വത ചെരുവുകളിലൂടെ ഉയർന്ന് തണുത്ത് ഘനീഭവിച്ച് മേഘം രൂപം കൊള്ളുകയും ചെയ്യുന്നു. When the windward sides of the mountain receive heavy rainfall, the leeward sides do not receive rainfall due to the descending dry air. This type of rainfall is known as orographic rainfall or relief rainfall. കാറ്റിന് അഭിമുഖമായ പർവ്വത ഭാഗങ്ങളിൽ കൂടുതൽ മഴ ലഭിക്കുമ്പോൾ മറുഭാഗത്ത് താഴ്ന്നിറങ്ങുന്നത് വരണ്ട കാറ്റായതിനാൽ അവിടെ മഴ ലഭിക്കുന്നില്ല. ഇതാണ് ഓറോഗ്രാഫിക് റെയിൻഫോൾ. The places situated at the leeward side of the mountains that do not receive any rainfall are referred to as rain shadow regions. കാറ്റ് ലഭിക്കുന്ന പർവ്വതത്തിൻ്റെ എതിർവശത്തുള്ളതും മഴ ലഭിക്കാത്തതുമായ പ്രദേശത്തെ റെയിൻ ഷാഡോ റീജിയൻസ് എന്നറിയപ്പെടുന്നു. കൺവെക്ഷണൽ റെയിൻഫോൾ. ഡ്യൂ ടു ഹൈ ടെമ്പറേച്ചർ എയർ ഗെറ്റ്സ് ഹീറ്റഡ് ആൻഡ് റൈസസ് അപ്പ്. ഉയർന്ന ചൂടേറ്റ് വായു ചൂടായി വികസിച്ച് മുകളിലേക്ക് ഉയരുന്നു. ക്യുമുലസ് ക്ലൗഡ്സ് ആർ ഫോംഡ് ബൈ ദ കൂളിംഗ് ആൻഡ് കണ്ടൻസേഷൻ ഓഫ് റൈസിംഗ് വാം എയർ. റെയിൻഫോൾ ഒക്കേഴ്സ് വിത്ത് തണ്ടർ ആൻഡ് ലൈറ്റ്നിങ്. അന്തരീക്ഷ താപത്താൽ വികസിച്ച് മുകളിലേക്ക് ഉയരുന്ന വായു തണുത്ത് ഘനീഭവിച്ച് ക്ലൗഡ്സ് രൂപം കൊള്ളുന്നു. തുടർന്ന് ഇടിമിന്നലോട് കൂടിയ മഴയുണ്ടാകുന്നു. ദിസ് റെയിൻ മോസ്റ്റ്ലി ഒക്കേറിംഗ് ഇൻ ദ ആഫ്റ്റർനൂൺ does not last long. This type of rainfall is called convectional rainfall. സാധാരണയായി ഉച്ച കഴിഞ്ഞുണ്ടാകുന്ന ഈ മഴ അധിക നേരം നീണ്ടു നിൽക്കാറില്ല. ഇതാണ് കൺവെക്ഷണൽ റെയിൻഫോൾ. ബോർഡർ റെയിൻ. There is always a difference in the atmospheric temperature over land and sea. കരയ്ക്കും കടലിനും മുകളിലുള്ള അന്തരീക്ഷ താപനില വ്യത്യസ്തമായിരിക്കും. If the air over the sea comes in contact with the air over the land in the coastal regions, the warm air will be pushed upwards, causing cloud formation and rainfall. This type of rainfall is called border rain. കടലിൽ നിന്നുള്ള വായു തീരപ്രദേശത്ത് വെച്ച് കരയിലെ വായുവുമായി കൂട്ടിമുട്ടാനിടയായാൽ ചൂട് പിടിച്ച വായു മുകളിലേക്ക് ഉയർത്തപ്പെടുകയും തുടർന്ന് ക്ലൗഡ്സ് രൂപം കൊള്ളുകയും മഴയ്ക്ക് കാരണമാവുകയും ചെയ്യുന്നു. We understood that all the functions of our earth are regulated by the sun. നമ്മുടെ ഭൂമിയിലെ എല്ലാ പ്രവർത്തനങ്ങളും നിയന്ത്രിക്കുന്നത് സൂര്യനാണ്. The very existence of biosphere is by direct or indirect dependence on the solar energy. സൗരോർജത്തെ ഡയറക്റ്റ് ഓർ ഇൻഡയറക്റ്റ് ആയി പ്രയോജനപ്പെടുത്തിയാണ് ജീവലോകത്തിൻ്റെ നിലനിൽപ്പ്. Even the distribution of plants and animals on the earth is in accordance with the availability of sunshine. ഭൂമിയിൽ സസ്യജന്തുജാലങ്ങളുടെ വിതരണം തന്നെ സൗരോർജ ലഭ്യതയ്ക്കനുസരിച്ചാണ്.